നമസ്തേ. ഇന്ന് നാം ഇവിടെ പറയാൻ പോകുന്നത് സൗരയൂഥത്തിലെ ഗ്രഹങ്ങളെ കുറിച്ചാണ്. എത്ര ഗ്രഹങ്ങളുണ്ട് സൗരയൂഥത്തിൽ ശ്രീവല്ലഭ? 8. ഏതൊക്കെയാ? മലയാളത്തിൽ പറഞ്ഞ ആദ്യം. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. ഇനി ഇംഗ്ലീഷിൽ പറഞ്ഞേ. മെർക്കുറി മുതൽ പറഞ്ഞേ. മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. അപ്പോൾ നമ്മുടെ സൗരയൂഥത്തിലെ ഗ്രഹങ്ങളാണല്ലേ ഇത്. സൗരയൂഥം എന്താണെന്നറിയാമോ? നമ്മുടെ സൂര്യനും അതിനെ വലം വയ്ക്കുന്ന 8 ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും പിന്നെ ചിഹ്നഗ്രഹങ്ങളുണ്ട്. ആസ്ട്രോയിഡ്സ് ഇല്ലേ, ചിഹ്നഗ്രഹങ്ങളും അടങ്ങുന്ന ഒരു വ്യൂഹത്തെയാണ് നമ്മൾ സൗരയൂഥം എന്ന് പറയുന്നത്. അപ്പോൾ സൗരയൂഥത്തിൽ നമ്മൾ പറഞ്ഞു, സൗരയൂഥത്തിൽ 8 ഗ്രഹങ്ങളുണ്ടെന്ന്. അതുകൂടാതെ ഒരു ഗ്രഹവും കൂടെ ഉണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ അത്? ഏതാ അത്? പ്ലൂട്ടോ. പ്ലൂട്ടോ ഇപ്പോൾ ഇല്ലല്ലേ. പ്ലൂട്ടോയെ ഗ്രഹങ്ങളുടെ പട്ടികയിൽ നിന്ന് നമ്മൾ പുറത്താക്കിയിട്ടുണ്ടല്ലേ. നമുക്കപ്പോൾ പ്ലൂട്ടോയെക്കുറിച്ച് അവസാനം ചർച്ച ചെയ്യാം. സൗരയൂഥത്തിലെ ആദ്യത്തെ ഗ്രഹം ഏതാണെന്നാണ് ശ്രീവല്ലഭം പറഞ്ഞ? ബുധനല്ലേ, മെർക്കുറി അല്ലേ. മെർക്കുറിയെ പറ്റി നമുക്ക് പറയാം. മെർക്കുറി സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹമാണ്. പ്ലൂട്ടോ ആയിരുന്നല്ലോ നേരത്തെ സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം. ഇപ്പോൾ അത് മെർക്കുറിയാണ് അഥവാ ബുധനാണ്. ഈ ബുധൻ, അമ്മ പണ്ടൊരു കഥ പറഞ്ഞു തന്നിട്ടില്ലേ? ബുധൻ ആരുടെ പുത്രനാണെന്നാണ് പറഞ്ഞു തന്നിട്ടുള്ളത്? ചന്ദ്രദേവൻ്റെ പുത്രനാണ് ബുധൻ. അപ്പം നമ്മുടെ ഹിന്ദു പുരാണം അനുസരിച്ച് ചന്ദ്രദേവൻ്റെ പുത്രനാണ് ബുധൻ. അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ എന്താ പറയുക അതിന്? മെർക്കുറി എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഈ മെർക്കുറി എന്ന് പറഞ്ഞാൽ റോമക്കാരുടെ ഒരു ദേവനാണ് മെർക്കുറി. അപ്പം നമ്മുടെ ഭാരതത്തിൽ പേര് വന്നത് എങ്ങനെയാണെന്നറിയാമോ? മലയാളത്തിൽ എങ്ങനെ ബുധൻ എന്ന പേര് വന്നത്? ബുധഗ്രഹം, ചന്ദ്രൻ്റെ പുത്രൻ്റെ പേരാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. നമ്മുടെ ഭൂമിയെ പോലെ തന്നെ പാറകളാൽ ഒക്കെ നിറഞ്ഞ ഉപരിതലമാണ് ബുധനുള്ളത്. പിന്നെ രണ്ടാമത് നമ്മൾ പറഞ്ഞ എന്താ? ശുക്രൻ, മെർക്കുറി, അടുത്ത എന്താ? വീനസ്. സൗരയൂഥത്തിലെ രണ്ടാമത്തെ ഗ്രഹമാണ് മെർക്കുറി, എന്താണ്? വീനസ് അഥവാ ശുക്രൻ. ഈ ശുക്രൻ എന്ന് പറഞ്ഞാൽ അസുരന്മാരുടെ ഗുരു ആരാ? ശുക്രാചാര്യ. ശുക്രാചാര്യയുടെ പേരുമായിട്ടൊരു ബന്ധമുണ്ടല്ലേ ശുക്രൻ. അതുപോലെ തന്നെ എന്താ പറയുക, റോമൻകാരുടെ സൗന്ദര്യത്തിൻ്റെ ദേവനാണ് വീനസ്. അപ്പം ആ വീനസിൻ്റെ പേരാണ് ശുക്രന് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷിൽ നമ്മൾ റോമക്കാരുടെ ദേവൻ്റെ പേരാണ് പറയുന്നത്. പിന്നെയോ നമ്മുടെ ഭൂമിയിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ കഴിയുന്ന ഒരു ഗ്രഹമാണ് ശുക്രൻ. അതായത് നമുക്കല്ലാതെ കാണാൻ പറ്റുന്ന തിലക്കേറിയ വസ്തു ഏതൊക്കെയാണ്? ഭൂമിയിൽ നിന്ന് നോക്കുമ്പം സൂര്യനും ചന്ദ്രനും അല്ലേ. നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പം ഏറ്റവും തിളക്കമുള്ളതായിട്ട് കാണുന്ന ഏതൊക്കെയാണ്? ചന്ദ്രന്. രാവിലെ സൂര്യനും രാത്രി ചന്ദ്രനും. അതിന് ശേഷം നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഏറ്റവും തിളക്കമേറിയതായിട്ട് കാണപ്പെടുന്നതാണ് ശുക്രൻ എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് വരുന്നത് ഭൂമി അഥവാ എർത്ത്. ഒരു ദേവന്മാരുടെയും, അതായത് ഒരു റോമൻ ദേവന്മാരുടെ ഒന്നും പേരില്ലാത്ത ഒരേ ഒരു ഗ്രഹമാണ് ഭൂമി അല്ലേ. നമ്മൾ താമസിക്കുന്ന ഭൂമി, ജീവൻ്റെ സാന്നിധ്യമുള്ള ഭൂമി. മറ്റ് ഗ്രഹങ്ങളിലൊന്നും ജീവൻ ഇതുവരെ കണ്ടെത്തിയിട്ടില്ലല്ലോ. അപ്പോൾ ധാരാളം ജലവും ഭൂമിയുടെ ഏറിയ ഭാഗവും എന്താണ്? ജലമാണല്ലേ, വെള്ളമാണല്ലേ. ഇനി അടുത്തത് വരുന്നത് ചൊവ്വ അഥവാ മാർസ്. സൗരയൂഥത്തിലെ എത്രാമത്തെ ഗ്രഹമാണ്? 4ാമത്തെ ഗ്രഹമാണ്. അതിൻ്റെ ഉപരിതലത്തിൽ മുഴുവൻ എന്താണ്? അയൺ ഓക്സൈഡ്സ് ആണ് കേട്ടോ. പിന്നെയോ ഇത് ഒരു ദേവൻ്റെ പേരാണ്. എന്താ? യുദ്ധദേവനായിട്ടുള്ള മാർസിൻ്റെ പേരാണ് ഈ ഗ്രഹത്തിന് ഇട്ടിരിക്കുന്നത്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ പർവ്വതമായിട്ടുള്ള ഒളിമ്പസ് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സൗരയൂഥത്തിലെ 5ാമത്തെ ഗ്രഹത്തെക്കുറിച്ചാണ്. അതേതാ 5ാമത്തെ ഗ്രഹം? വ്യാഴം. അത് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹവും കൂടിയാണ്.
പിന്നെ അതൊരു വാതകഗോളമാണ്. ഇപ്പോൾ വാതകഗോളത്തിൽ വ്യാഴം കൂടാതെ വേറെ ഏതൊക്കെ വാതകഗോളം ഉണ്ടെന്നറിയാമോ? ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. ഇതും വാതകഗോളമാണ് കേട്ടോ. ഇവരെ ഒന്നിച്ച് നമ്മളൊരു പേര് വിളിക്കും, ജോവിയൻ ഗ്രഹങ്ങളെന്ന് വിളിക്കും. എന്താണ് ജോവിയൻ ഗ്രഹങ്ങൾ? പറഞ്ഞേ. ജോവിയൻ ഗ്രഹങ്ങൾ. ജോവിയൻ ഗ്രഹങ്ങളെന്ന് വിളിക്കും കേട്ടോ. ഇനി അടുത്തത് ഏതാ? വ്യാഴം, ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി. ഇനി നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് ഇതിനെ പറ്റിയാണ്. ശനിയുടെ കാര്യം. സൂര്യനിൽ നിന്നും 6ാമതാണ് ശനിയുള്ളത്. ശനിയുടെ പേരെങ്ങനെയാണ് വന്നതെന്നറിയാമോ? റോമൻ ദേവൻ. ശനിയുടെ ഇംഗ്ലീഷ് പേരെന്താ? സാറ്റേൺ. റോമൻ ദേവനായിട്ടുള്ള സാറ്റേണിൻ്റെ പുത്രൻ, സാറ്റേണിൻ്റെ പേരാണ് ശനിക്ക് കൊടുത്തേക്കുന്നത്. പിന്നെയോ നമ്മളുടെ ഭാരതത്തിൽ ശനി എന്ന് പറഞ്ഞത് ആരാന്നറിയാമോ? ശനിദേവൻ. അതായത് സൂര്യഭഗവാന്റെയും ഛായാദേവിയുടെയും പുത്രനാണ് ശനി ഭഗവാൻ. ഓക്കെ. അത് കഴിഞ്ഞ് ഏത് ഗ്രഹമാണ്? യുറാനസ് അല്ലേ? യുറാനസ് സൗരയൂഥത്തിലെ 3ാമത്തെ ഗ്രഹമാണ്. അപ്പോൾ ശനിയുടെ കാര്യം പറഞ്ഞപ്പോൾ ശനിയുടെ ഒരു ഉപഗ്രഹത്തിൻ്റെ പേര് പറയാമോ? അറിയാമോ കുഞ്ഞിനെ? ഏതെങ്കിലും ശനിയുടെ ഒരു ഉപഗ്രഹത്തിൻ്റെ പേര് ആലോചിച്ചേ. ടൈറ്റൻ കേട്ടോ. സൗരയൂഥത്തിലെ 3ാമത്തെ ഗ്രഹമാണ് യുറാനസ് കേട്ടോ. യുറാനസിൻ്റെ ഗ്രീക്ക് പുരാണത്തിലെ ആകാശത്തിൻ്റെ ദേവനായ യുറാനസിൻ്റെ പേരാണ് ഈ ഗ്രഹത്തിന് കൊടുത്തേക്കുന്നത്. പിന്നെ നെപ്റ്റ്യൂണ് സൗരയൂഥത്തിൽ നമ്മൾ ലാസ്റ്റത്തെ ഗ്രഹമാണ് നെപ്റ്റ്യൂണ്. പിന്നെ സമുദ്രദേവനായ നെപ്റ്റ്യൂണിൻ്റെ പേരാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇത്ര അറിയാം. ഇനി നമുക്ക് ആരെക്കുറിച്ച് അറിയണം? ബാബ പറഞ്ഞ് ഇനി വലുക്കുട്ടൻ പറഞ്ഞ ആരെക്കുറിച്ച് നമുക്കിനി അറിയേണ്ടത്? നമ്മുടെ ഗ്രഹങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒരാളെ നമ്മൾ പുറത്താക്കിയായിരുന്നു അല്ലേ? അദ്ദേഹത്തിൻ്റെ പേരെന്താണെന്നറിയാമോ? എന്താണ്? പ്ലൂട്ടോ. നമ്മൾ പ്ലൂട്ടോ എന്ന് പറയുന്ന ഒരു ഗ്രഹത്തിനെ പുറത്താക്കിയിരുന്നു അല്ലേ? പ്ലൂട്ടോയെക്കുറിച്ച് അമ്മ പറഞ്ഞു തരട്ടെ. സൗരയൂഥത്തിലെ ഏറ്റവും കുള്ളൻ ഗ്രഹമെന്നാണ് പ്ലൂട്ടോ അറിയപ്പെട്ടിരുന്നത്. നമ്മുടെ കൈപ്പർ വലയത്തിൽ ആദ്യമായിട്ട് കണ്ടെത്തിയ പദാർത്ഥമാണ് പ്ലൂട്ടോ. ഈ പ്ലൂട്ടോയെ കണ്ടെത്തിയത് ആരാണെന്നറിയാമോ? ക്ലൈഡ് ടോംബോഗ്. ആരാണ്? ക്ലൈഡ് ടോംബോഗാണ് ആദ്യം പ്ലൂട്ടോയെ കണ്ടെത്തിയത്. ഗ്രീക്ക് പുരാണത്തിലെ ഒരു ദേവൻ്റെ പേരാണ് പ്ലൂട്ടോയ്ക്ക് കൊടുത്തേക്കുന്നത് കേട്ടോ. പിന്നെയോ ഈ പ്ലൂട്ടോയ്ക്ക് പേര് നിർദ്ദേശിച്ചത് 11 വയസ്സുള്ള ഒരു ചേച്ചിയാണ്. ആ കുട്ടിയുടെ പേരെന്താണെന്നറിയാമോ? വെനീഷ്യ ബെർണി. എന്താണ്? വെനീഷ്യ ബെർണി. എന്താണ്? പിന്നെയോ പ്ലൂട്ടോയിൽ കുള്ളൻ ഗ്രഹങ്ങളിൽ വലിപ്പത്തിൽ 2ാം സ്ഥാനമാണ് പ്ലൂട്ടോയ്ക്കുള്ളത്. പ്ലൂട്ടോയിൽ പാറകളും ഐസുമാണ് കൂടുതലുള്ളത്. അപ്പോൾ പ്ലൂട്ടോയെ പറ്റി മനസ്സിലായോ? പ്ലൂട്ടോയ്ക്ക് ഗ്രീക്ക് പുരാണത്തിലെ ദേവൻ്റെ പേരാണ് കൊടുത്തേക്കുന്നത്. പ്ലൂട്ടോയ്ക്ക് പേര് കൊടുത്തതാരാ? വെനീഷ്യ ബെർണി എന്ന് പറയുന്ന ഒരു ചേച്ചിയാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ ഈ ഒരു ഗ്രഹങ്ങളെ പറ്റിയുള്ളൊരു വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവർക്കും നമസ്തേ. ഹരി ഓം. ഹരി ഓം.